ബിസിനസ്സുകൾ മിക്കതും പരാജയപ്പെട്ടു. കോവിഡ് വന്നു, GST വന്നു, പ്രളയം വന്നു. ഇപ്രാവശ്യം ജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. അപ്പോൾ നമസ്കാരം. ഞങ്ങൾ ഈ വോട്ട് ബാധയുടെ ഭാഗമായി വ്യത്യസ്തരായ സ്ഥാനാർത്ഥികളെയും തപ്പി ഇറങ്ങിയപ്പോൾ ഒരു വ്യത്യസ്തനായ കരുത്തനെ കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ. യെസ്, നമസ്കാരമുണ്ട്. ഒരു സ്ഥാപനം കാണാം. ആ സ്ഥാപനത്തിന്റെ പേര് ഡോക്ടർ ജിൻഡോ ജോൺസ് ലാംഗ്വേജ് അക്കാഡമി. ഏതൊക്കെ ഭാഷകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്? ഇവിടെ ഇംഗ്ലീഷ്, പിന്നെ ജർമ്മനാണ്. അല്ല, എനിക്ക് ആദ്യം ഒരു ചോദ്യം ചോദിക്കാണ്ട് ദിവ്യ. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഡോക്ടർ ജിൻഡോ ജോൺ ഈ ചർച്ചയിലൂടെ ആളുകളിലേക്ക് എത്തുന്നതിന് മുമ്പ്, തീപ്പൊരിയാകുന്നതിനൊക്കെ മുമ്പ്, അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടിരുന്നത് ഡോക്ടർ ജിൻഡോ ജോൺ ഒരു കഫ്തീരിയ, ഒരു ചായക്കട നടത്തിപ്പുകാരനാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആളുകൾക്കൊരു വല്ലാത്ത സോഫ്റ്റ് കോർണർ, ഒരു ചായക്കട നടത്തിപ്പുകാരനായ ഒരു നേതാവ് ഇതേ ഉയർന്നു വരുന്നു കോൺഗ്രസിന്. ആ ചായക്കട എവിടെ? അതിവിടെ എയർപോർട്ട് റോഡിൽ നായത്തോട് ആണ്. അതൊരു 3 കൊല്ലക്കാലം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടിയാണ്. അതിൽ ഞാൻ കൂടുതൽ സമയം രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളതുകൊണ്ട് എൻ്റെ പേരിൽ അത് വാർത്തയായിരുന്നുള്ളൂ. എൻ്റെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അതിൽ ഒരു 3 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ അത് പതുക്കെ നിർത്തിയിട്ടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. അത് നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ തിരക്കുകൾ, പാർട്ടി തിരക്കുകളും കൂടി ആകുമ്പോൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നിർത്തിയതാണ്. ചായക്കട നിർത്തിയിട്ടാണ് ലാംഗ്വേജ് അക്കാഡമിയിലേക്ക് തിരിഞ്ഞത്. ചായക്കട നിർത്തി കഴിഞ്ഞിട്ട് ലാംഗ്വേജ് അക്കാഡമിയിലേക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ പരിപാടികളുണ്ടായി. അപ്പോൾ അവസാനം ഇപ്പോൾ ലാംഗ്വേജ് അക്കാഡമിയിലെത്തി. പലതും ട്രൈ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ അല്ലേ? വരുമാനം നിർബന്ധമായിട്ട് എനിക്ക് വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ബാധ്യത രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആകാൻ പാടില്ല. രാഷ്ട്രീയ പ്രവർത്തനം വേറെ നമ്മുടെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നടക്കാനുള്ള വരുമാനം എനിക്ക് വേണം. അപ്പോൾ ഓരോ സംരംഭം നഷ്ടമാകുമ്പോൾ അടുത്തതിലേക്ക് ചേക്കേറുക, പരീക്ഷിക്കുക, അങ്ങനെയാണോ? തീർച്ചയായിട്ടും. ഞാൻ കുറേ പണികൾ ചെയ്തൊക്കെയാണ് പഠിച്ചു വന്നത്. പെയിൻറ്റ് പണിക്ക് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ മത്സരിക്കുന്ന ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു പഞ്ചായത്ത് മഞ്ഞപ്ര പഞ്ചായത്താണ്. ഞാൻ ഏകദേശം ഒരു 3-4 കൊല്ലക്കാലം അവിടുത്തെ ഒട്ടുമിക്ക വീടുകളിലും തേങ്ങ പൊതിക്കാൻ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഗുണം ചെയ്യും. അപ്പോൾ വന്ന വഴിയൊക്കെ എനിക്ക് ഓർക്കുന്ന എപ്പോഴും എന്നെ കുറേ കൂടി ശക്തമാക്കാറേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്ത് പിന്നെ കുറച്ചുകൂടി ബിസിനസ്സാണെങ്കിൽ കുറച്ചുകൂടി സമയം കിട്ടുമല്ലോ എന്ന് ഓർത്ത് പല ബിസിനസ്സും ചെയ്തു. ബിസിനസ്സുകൾ മിക്കതും പരാജയപ്പെട്ടു. കോവിഡ് വന്നു, GST വന്നു, പ്രളയം വന്നു. അപ്പോൾ ബിസിനസ്സുകൾ പരാജയപ്പെടാൻ പല സാമൂഹിക കാരണങ്ങളുണ്ടായി. ഈ ചായക്കടയല്ലാതെ വേറെ ഏതൊക്കെ ബിസിനസ്സിലൊന്ന് കൈവച്ച് നോക്കിയിട്ട്? ഞാൻ മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു, കിഡ്സ് വെയർ ഉണ്ടായിരുന്നു, പിന്നെ ചായക്കട, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ അതുകൂടാതെ നമുക്ക് വണ്ടികളുണ്ടായിരുന്നു, ടോറസ് ടിപ്പറൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ നമ്മളിതെല്ലാ നിയമങ്ങളും പാലിച്ചു ഓടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നിയമവിരുദ്ധമായിട്ട് പോകാൻ മാനസികമായിട്ടും പ്രയാസമാണ്. അപ്പോൾ അതെല്ലാം കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുറേ പണികൾ. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു ഇൻഷുറൻസിൻ്റെ അഡ്വൈസറാണ്. അത് വല്ലപ്പോഴും അത്ര പേഴ്സണൽ കണക്ഷൻ ഉള്ളവരോട് മാത്രം അവരുടെ താല്പര്യത്തിൽ ചോദിച്ചിട്ട് ചിലപ്പോൾ 1-2 പോളിസി, അത് വർഷത്തിൽ ഒരു പോളിസിയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ എത്ര വർഷമായി? 3. ഇതിപ്പോൾ 2.5 വർഷമായി. ലാഭകരമാണോ? ലാഭകരമല്ല, പക്ഷെ കാര്യങ്ങൾ നടന്നു പോകും, അത്രയേ ഉള്ളൂ. ചില സമയത്ത് നമുക്ക് കുട്ടികൾ കൂടുതലുണ്ടാവും. ഈ പുറത്തേക്ക് പോകുന്ന ഇൻടേക്കിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ. അല്ലാത്തപ്പോഴൊക്കെ നഷ്ടമാണ്. നടത്തിപ്പ് മാത്രമല്ല, അധ്യാപനം കൂടിയല്ലേ? ഇടയ്ക്ക് ഞാൻ ചില സമയത്ത് പരമാവധി ക്ലാസ് എടുക്കാൻ നോക്കും. ഏത് ഭാഷയാ? ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷാണ്. ഏതൊക്കെ ഭാഷകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ? ഇംഗ്ലീഷിൽ PTE, പിന്നെ നമ്മൾ IELTS, സ്പോക്കൺ ഇംഗ്ലീഷ്, പിന്നെ ജർമ്മൻ ഒക്കെയാണ്. ഈ മൈഗ്രേഷനൊക്കെ ശ്രമിക്കുന്ന കുട്ടികളെയാണ് കാര്യമായി ടാർഗറ്റ്. ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇൻ്റർവ്യൂ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. നമ്മൾ ജിൻഡോയെ കണ്ടിട്ടുള്ളത് ഈ ചാനൽ ചർച്ചകളിൽ തീപ്പൊരി പ്രസംഗത്തിലൂടെയാണ്. അങ്ങനെ ഒരു തീപ്പൊരി പ്രാസംഗികനല്ല മുന്നിൽ നിൽക്കുന്നതല്ലേ? അല്ല, പൊതുവേ ഞാൻ വലിയ കുഴപ്പക്കാരനല്ല. പിന്നെ ഈ ചാനൽ ചർച്ചയിൽ നമ്മളെ അവരിങ്ങനെ എന്നെ പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്യാറില്ല. സാഹചര്യങ്ങൾ കൊണ്ട് തീപ്പൊരിയായി പോയതാണ്. സാഹചര്യം കൊണ്ട് ഇപ്പം നമ്മുടെ മുമ്പിൽ വലിയ കള്ളം പറയുക, അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ സമയത്തിൽ അങ്ങനെയൊക്കെ പറയുന്നതാണ്. അതാണ്, വേണമെന്ന് വെച്ചിട്ടല്ല. അങ്ങനെ ഒടുക്കം പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് നൽകുന്നു. അതൊരു വലിയ അംഗീകാരമാണ്. ജില്ലാ പഞ്ചായത്തിലെ ഈ തുറവൂർ ഡിവിഷൻ, ഇത് നിലവിൽ സിറ്റിംഗ് സീറ്റാണോ UDFന്റെ? അല്ല, ഇത് നിലവിൽ മലയാറ്റൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ ഭാഗമായിരുന്നു. പിന്നെ അതിൽ നിന്ന് പുതിയതായിട്ട് ഇപ്പോൾ രൂപീകരിച്ച ഒരു ഡിവിഷനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്ന ഈ ഡിവിഷനിൽ. അപ്പോൾ ജയിക്കാൻ പറ്റും? ജയിക്കും. എങ്ങനെയുണ്ട്? പല തരം ഏർപ്പാടുകളും നടത്തി ഇതാ ഒരു സ്ഥാനാർത്ഥിയുടെ കുപ്പായിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, വോട്ടർമാരിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ്? എങ്ങനെയാണ്? അല്ല, ഇപ്രാവശ്യം ജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. ഒന്ന് പൊതുവേ ഒരു UDF അനുകൂല സാഹചര്യമുണ്ട്. ഞാൻ പോകുന്ന വാർഡുകളിൽ, കുടുംബയോഗങ്ങളിൽ, പിന്നെ പൊതുജനങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്.
പിന്നെ നമ്മൾ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയത്തിനൊരു വിജയം ഉണ്ടാക്കണമല്ലോ. എല്ലാവർക്കും അറിയാം, ഈ ഫേസ് അറിയാം അല്ലേ വീട്ടിലെത്തുമ്പോൾ? ആളുകൾക്ക് കുറേ പേർക്ക് അറിയാം. അത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മൾ ഇഷ്ടപ്പെടാത്തവർക്കും ഒക്കെ നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഫാൻ ബേസ് അതെനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിലുണ്ട്. അത് എന്നെ എതിർക്കുന്നവരെ കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു, അനുകൂലിക്കുന്നവരെക്കാളും. കാരണം ഞാനൊരു കാര്യത്തിൽ ഒരു മയപ്പെടുത്താറില്ല, എൻ്റെ വർത്തമാനം പറയുന്നതിലും മയപ്പെടുത്താറില്ല. ശരിയെന്ന് തോന്നുന്നു അങ്ങ് പറയും. അതെ, ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം, ഈ പലതരം വിവാദങ്ങളുടെ, പ്രത്യേകിച്ചും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള UDF-നും കോൺഗ്രസിനും വലിയൊരു എഡ്ജ് ഉണ്ടാക്കിയ ഒരു സമയത്ത് പക്ഷെ പെട്ടെന്ന് ചില വിവാദങ്ങൾ ഉണ്ടായി. ആ വിവാദങ്ങളുടെ ഘട്ടത്തിൽ പാർട്ടി വലിയ ഡിഫൻസിലായപ്പോൾ ടെലിവിഷൻ ചർച്ചകളിൽ പാർട്ടിയെ പ്രതിരോധിച്ച് നിർത്തേണ്ട വലിയ ഉത്തരവാദിത്തം ഉണ്ടാവേണ്ട ഒരാൾ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ തിരക്കിൽ കുറേ ദിവസമായിട്ട് ചർച്ചകളിലൊന്നുമില്ല. അപ്പോൾ പാർട്ടിയിൽ നിന്ന് നേതാക്കളൊക്കെ വിളിച്ചിട്ട് ജിൻഡോ ചർച്ചയ്ക്ക് വരാഞ്ഞത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ആരെങ്കിലും? എന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചർച്ചയ്ക്ക് പോകണമെന്നും പറഞ്ഞ് പലപ്പോഴും വിളിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ചില ദിവസമൊക്കെ 13 കുടുംബയോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓടിയെത്തൽ പ്രയാസമാണ്. പിന്നെ ഞാൻ മാത്രമല്ലല്ലോ, ഞാനില്ലെങ്കിൽ എനിക്ക് പകരം എന്നുള്ളൊരു ഇതില്ല. ഈ പാർട്ടിയിൽ വേറെയും ആളുകൾ നന്നായിട്ട് സംസാരിക്കാനും വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരാളുടെ ഒഴിവ് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തല്ല ഈ പാർട്ടി പ്രവർത്തിക്കേണ്ടത്. അതാണ് ശരി. അതെ, ഈ ഓരോ ബിസിനസ്സും ഇങ്ങനെ പൊളിഞ്ഞു പോകുമ്പോഴേ വീട്ടിൽ നിന്ന് വല്ല പ്രശ്നം ഉണ്ടായില്ല? മതി, നിർത്തിക്ക, വേറെ വല്ല പണിക്ക് പോയിക്കോ എന്ന് പറഞ്ഞില്ലേ? അല്ല, വീട്ടിൽ നിന്ന് എൻ്റെ അപ്പൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ അപ്പൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോശപ്പെട്ടൊരു കാര്യം ചെയ്യരുതെന്നുള്ളൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോഴും എൻ്റെ അപ്പൻ റബ്ബർ വെട്ടാൻ പോയി കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ ചെയ്യുന്ന ബിസിനസ് കാര്യമായി വിജയിക്കാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നോട് ഒരിക്കലും നിർത്താൻ പറയാറില്ല. പിന്നെ വൈഫിനൊക്കെ ഇങ്ങനെ ആശങ്കയൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ നമ്മളൊരു ഫൈറ്റാണല്ലോ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എപ്പോഴാണ്? ഞാൻ UC കോളേജിൽ ചെന്നപ്പോഴാണ് ഒരു കൂടുതൽ സമയവും സംഘടനാ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. KSUവിലൂടെ വരുന്നത്. യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു, യൂണിയൻ ചെയർമാനായിരുന്നു, പിന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ്, എലക്റ്റഡ് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഈ ജീവിക്കാൻ വേണ്ടി പല മേഖലകൾ കൈവച്ചതാണോ രാഷ്ട്രീയം? അല്ല, ഒരിക്കലും ജീവിക്കാൻ വേണ്ടിയല്ല. കാരണം ഞാൻ പണ്ട് കാലം തൊട്ട് വീട്ടിൽ അപ്പൻ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടോ അങ്ങനെയാണ് നമ്മൾ കോൺഗ്രസ് വലിയ വികാരമാണ്. പിന്നെ UC കോളേജിൽ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം പങ്കെടുത്തത് SFIയുടെ യൂണിറ്റ് മീറ്റിങ്ങിലാണ്. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് KSU ആണ്, കോൺഗ്രസ് ആണ്. എന്നാലും അപ്പം കോൺഗ്രസ് ആയതുകൊണ്ട് ഞാൻ കോൺഗ്രസ് ആവണമെന്നില്ല, എനിക്കും ബോധ്യം ഉണ്ടാവണമല്ലോ. എൻ്റെ വായിച്ച്, എൻ്റെ അറിവ്, എൻ്റെ ആളുകളുടെ ഇടപെടൽ അങ്ങനെ കോൺഗ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ടൊരു മാറ്റം ഇനിയും ഉണ്ടാവില്ല. ശരി. അതെ, ഈ സിനിമ, രാഷ്ട്രീയം, പ്രണയം, ഇതിൽ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ നമ്മുടെ അടുത്ത ഒരു ഇതെന്താണ്? ഞാൻ എൻ്റെ പ്രണയ വിവാഹമായിരുന്നു. വൈഫ് ഇവിടെയുണ്ട്. പ്രണയ വിവാഹമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുന്ന ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ഭയങ്കര സിനിമാ ഭ്രാന്തനാണ്. അപ്പോൾ ഞാൻ ഒട്ടുമിക്ക ഇപ്പോൾ കുറച്ച് സമയമൊക്കെ ആയിട്ട് അങ്ങനെ സിനിമ കാണാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും സിനിമ കാണാൻ സമയം കണ്ടെത്തുന്ന ആളാണ്. രാത്രി സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോവുള്ളൂ. ഗാനമേളയ്ക്ക് പോയി പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലും തുള്ളുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്തൊക്കെ ചെയ്യും അതൊക്കെ തന്നെയാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴും പ്രേമമൊക്കെ ആണ്. UC കോളേജിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയ ഘട്ടത്തിലാണ് ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. അത് ഗുണമായി എന്ന് വെച്ചാൽ ചർച്ചകൾ ഒരു പക്ഷേ വലിയ പ്രതിരോധത്തിലാകേണ്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ സ്ഥാനാർത്ഥിത്വം പറഞ്ഞ് മുങ്ങാലോ, അങ്ങനെയാണോ? അതൊരു ആശ്വാസമായി എന്ന് തോന്നിയോ സ്ഥാനാർത്ഥി കുപ്പായം? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥിത്വം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തിൽ മത്സരിച്ച് തോറ്റ ആളാണ്. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ചിഹ്നത്തിൽ അല്ല, എനിക്ക് ചിഹ്നത്തിൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ലോക്കൽ ബോഡി തന്നെ മത്സരിക്കുന്ന ഒരു നല്ല കാര്യമാണ്. കാരണം കുറേ കൂടി ആ ഒരു രീതിയിലൊരു പൊളിറ്റിക്സിൻ്റെ ഒന്ന് അറിയണമല്ലോ ഒന്നും കൂടിയിട്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ആയിരിക്കില്ല ലോക്കൽ ആളുകളുടെ ഒരു സാഹചര്യം. അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാനും ആഗ്രഹിച്ചിരുന്നു. പാർട്ടി എന്നെ നിയോഗിച്ചു. പക്ഷേ രാഹുലിൻ്റെ വിഷയമൊന്നും ഞാൻ ചർച്ചയ്ക്ക് പോകും. ആര് വിളിച്ചാലും ഞാൻ പോകും. പാർട്ടി നിയോഗിച്ച ചർച്ചയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ഇന്നേ വരെ പറ്റില്ല എന്നും പറഞ്ഞ് ഒരു ചർച്ചയിൽ നിന്ന് ഒഴിവായിട്ടില്ല. പക്ഷേ രാഹുലിൻ്റെ വിഷയം തുടക്കത്തിൽ വന്നപ്പോൾ തന്നെ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്ന ആളാണ്. അന്ന് പറഞ്ഞ സ്റ്റാൻഡിൽ നിന്ന് ഞാനും എൻ്റെ പാർട്ടിയും മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് പോകാനൊരു മടിയില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിനെ അതൊന്നും ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ ഇങ്ങനെ തീപ്പൊരു പ്രസംഗം ഇടുന്നത് അതൊരു വല്ലാത്തൊരു സ്പിരിറ്റാണോ? ചർച്ചയിൽ അത് ചിലപ്പോൾ നമ്മൾ വൈകാരികമായിട്ട് അവർ പറയുമ്പോൾ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ.
അപ്പോൾ കുറച്ച് സമയത്തിനിടയ്ക്ക് ഞാൻ CPM-കാരെയും BJP-കാരെയും തത്വശാസ്ത്രം പഠിപ്പിക്കാനൊന്നും നമുക്ക് നേരം കിട്ടില്ല. ആകെ 10 മിനിറ്റ് നിങ്ങൾ തരുള്ളൂ. ആ സമയത്ത് അവർ പറയുന്നതിന് കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അസൈൻമെൻറ്റ്. അത് നമ്മൾ ചെയ്യും. പിന്നെ പൊതുവേ പബ്ലിക്ലി നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകളെ ബാധിക്കുന്ന രാഷ്ട്രീയം ഞാൻ പറയുന്നത്. അന്താരാഷ്ട്ര കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരെ ബാധിക്കുന്ന വിലക്കയറ്റം, പട്ടിണി, ദാരിദ്ര്യം ഇതൊക്കെ നമ്മൾ അനുഭവിക്കുക. ഇതാണല്ലോ ഈ ഇലക്ഷന് ചർച്ച ചെയ്യേണ്ടത്. ചിലപ്പോഴൊക്കെ തിരിച്ചും തെറി കേൾക്കും, വലിയ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകും. അപ്പോൾ വീട്ടിൽ ഭാര്യയ്ക്കൊക്കെ വിഷമാവാറുണ്ടോ അത് കാണുമ്പോൾ? അവൾക്ക് വിഷമാവാറുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നോട് അങ്ങനെ പറയാറില്ല. പക്ഷേ എനിക്ക് വിഷമം ഉണ്ടാവാറില്ല. ഞാൻ അതും അവരെങ്ങനെയാണ് അതിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് അതും ഞാൻ പൊളിറ്റിക്കലായിട്ടൊക്കെ കാണാം. അതായത് ഞാനൊന്നൊരു വ്യക്തിയല്ലല്ലോ തോൽപ്പിക്കേണ്ടത്. ഞാൻ പറയുന്ന എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രാഷ്ട്രീയത്തെ അവർക്ക് വേറെ രീതിയിൽ കുറേ കൂടി ബെറ്ററായിട്ട് പറഞ്ഞ് പരാജയപ്പെടുത്താനല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്നെ സൈബർ അറ്റാക്ക് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? അതെ, ജിൻഡോ ഇപ്പോൾ പറഞ്ഞല്ലോ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങണം ഒരു മികച്ച രാഷ്ട്രീയക്കാരനാകണമെങ്കിൽ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ പലരും ഇങ്ങനെ നൂലിൽ കെട്ടി ഇറങ്ങി വരുന്ന ഒരുപാട് പേരുണ്ട്. എന്താണ് പാർട്ടി എന്ന്, പാർട്ടിയുടെ ആശയം എന്ന് പോലും അറിയാതെ വരുന്ന ഒരുപാട് പേരുണ്ട്. പലർക്കും പരാതിയുണ്ട്, റോഡിൽ കിടന്ന് തല്ല് വാങ്ങാൻ ഞങ്ങൾ, പക്ഷേ സ്ഥാനാർത്ഥിയാക്കാൻ വേറെ പലർന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അതിൽ രണ്ട് കാര്യമുണ്ട്. ചില സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും സംഘടനാ പ്രവർത്തനത്തിന് താഴെ തട്ടിൽ തന്നെ വരാൻ പറ്റിയെന്ന് വരില്ല. പലർക്കും പല ജീവിത സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ജയസാധ്യതയുണ്ടാവും. ചില പ്രത്യേക കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഘടകങ്ങൾ പരിശോധിച്ച് ചിലപ്പോൾ ചില മേഖലയിൽ എക്സലൻസ് ഉള്ള ആളുകളുണ്ടാവും. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആളുകളെ ചിലപ്പോൾ നമ്മൾ മത്സരിപ്പിക്കുകയൊക്കെ ചെയ്യും. അതിനൊന്നും എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ കടന്നു വരുന്ന ആളുകൾ, ഈ കാലങ്ങളായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി വേർപ്പൊഴുക്കി പണിയെടുക്കുന്ന ആളുകളുടെ ആ ഒരു വികാരം മാനിക്കണം. ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഈ വോട്ട് ചോദിച്ച് വീട് കയറുമ്പോൾ എന്താണ് കാര്യമായും വോട്ടർമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ രണ്ട് കാര്യമാണ്. ഒന്ന്, സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിൻ്റെ വരെ സ്വർണ്ണപ്പാളി വരെ കടത്തുന്ന അത്രയും നാണമില്ലാത്ത രീതിയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെടേണ്ടത്. നമ്മുടെ വെള്ളക്കാരും വൈദ്യുതി ചാർജ് ഇതൊക്കെ വർദ്ധിക്കുന്നു, വിലക്കയറ്റം ഉണ്ടാകുന്നു. ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യാൻ സർക്കാരിന് പറ്റാതെ വരുന്നു. അപ്പോൾ വേറെ രീതിയിൽ പല വാർത്തകൾ കൊണ്ട് അതിനെ മൂടി വയ്ക്കുന്നു. ഞാൻ പറയുന്ന എല്ലാ വാർത്തയും ചർച്ച ചെയ്യപ്പെടണം, പക്ഷെ മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന നിത്യജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. രണ്ടാമത്തത്, ഞാൻ എല്ലായിടത്തും പറഞ്ഞു, എൻ്റെ പേരിൽ എനിക്ക് വോട്ട് ചെയ്യുന്ന ഒരാളും, അത് കോൺഗ്രസ്സുകാരൻ്റെ മാത്രം വോട്ട് കൊണ്ട് ജയിക്കാം എന്നല്ല എൻ്റെ ആഗ്രഹം. CPM-കാരും BJP-കാരും, അതായത് മറ്റ് പാർട്ടിയിലുള്ളവർ പോലും ഞാൻ പറയുന്ന മുദ്രാവാക്യം, എൻ്റെ രാഷ്ട്രീയം കണ്ടിട്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എനിക്ക് ചെയ്യുന്ന ഒരു വോട്ടും എൻ്റെ പേരിൽ പാഴായിപ്പോയെന്ന്, എൻ്റെ പേരിൽ അവരാരെയും പൊതുമധ്യത്തിൽ നാണം കെടില്ല എന്നുള്ളത് മാത്രമേ എൻ്റെ ഉറപ്പ്. അപ്പോൾ ഇനി ജയിച്ച ശേഷമുള്ള ചർച്ചയ്ക്ക് മിക്കവാറും അത്രയും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? എവിടം വരെ എത്തണം എന്നൊക്കെയാണ്? എനിക്ക് ഇപ്പോൾ കിട്ടിയതെല്ലാം വലിയ സന്തോഷമാണ്. പിന്നെ എന്നെ സമയത്തുള്ള എന്നും കോൺഗ്രസ്സാണ്. ഇപ്പോൾ ചിലരൊക്കെ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വരുമ്പോൾ പാർട്ടി വിട്ടു പോകും. ഞാൻ അത്ഭുതപ്പെടുക, എന്ത് കോൺഗ്രസ്സാണത്? അപ്പോൾ അതെന്താ അറിയോ, ഈ പ്രയാസങ്ങളെ തരണം ചെയ്യാത്തവർക്കാണ്, എല്ലാം എളുപ്പത്തിൽ കിട്ടുന്നവർക്കാണ് അസ്വസ്ഥത ഉണ്ടാകുക. എളുപ്പത്തിൽ കിട്ടാത്തവർക്ക് ഒരു അസ്വസ്ഥയില്ല. ഇതൊക്കെ കണ്ട് മടുത്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടം വരെയാണോ അന്ന് വരെ കോൺഗ്രസ്സാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ വലിയ അഭിമാനം. എൻ്റെ 2 മക്കൾ 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കണം. അവരോട് 2 ആൺകുട്ടികളാണ്. അപ്പോൾ രണ്ടാമത്തെ മകന് അവൻ ഒക്ടോബർ 31 ഉണ്ടായത്. അപ്പോൾ പെൺകുട്ടിയായിരിക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഇന്ദിര എന്ന് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ദിര ഗ്രേസ് എന്ന് പേരൊക്കെ കണ്ടുവച്ചു, പക്ഷെ ആൺകുട്ടിയായി പോയി. ഒരാൾ ദാവീദ് ജോൺ, ഒരാൾ ഇസാഖ് ജേക്കബ്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ മക്കൾ എന്നെ കണ്ട് കോൺഗ്രസ് ആണെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ രാഷ്ട്രീയത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം അത്. എൻ്റെ മക്കൾ എന്നെ കണ്ട് കോൺഗ്രസ് ആവണം. എൻ്റെ മക്കൾ കോൺഗ്രസ് വിട്ടുപോകുന്നു, അധികാരമോഹത്തിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് പാർട്ടി വിട്ടുപോവുകയൊക്കെ ചെയ്താൽ, പ്രത്യേകിച്ച് BJP-യോ സംഘപരിവാറോ ഒക്കെ ആകാമെന്ന് പറഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ട ഒരു അപ്പനാവും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വിജയിച്ചൊരു കോൺഗ്രസ്സുകാരനാകണമെന്ന്. അത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതല്ല, നല്ല കോൺഗ്രസ്സുകാരനാവുക. ഞങ്ങൾ വരുമ്പോൾ ആഗ്രഹിച്ചത് ആ ചായക്കട ഇവിടെ ഉണ്ടാകും, അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ജിൻഡോയോട് സംസാരിക്കുന്നതായിരുന്നു. അതൊരു നിരാശയുണ്ട്. ഇല്ല, ഞാൻ എൻ്റെ പ്രധാന പ്രവർത്തനം ചായയും കാപ്പിയെ കുടിച്ച് ഇങ്ങനെയൊക്കെ നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കും, നിങ്ങളെന്താ ഇങ്ങനെ? ഇപ്പോൾ ഇന്നലെ ഞാൻ എയർപോർട്ടിൽ അനിയനെ വിട്ടിട്ട് വന്നപ്പോൾ ഞാൻ ആ തിണ്ണേമേരിക്കും. അപ്പോൾ എന്തായിരുന്നു ഒരാൾ വന്നു, അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നിടത്തൊക്കെ നമുക്കും ഇരിക്കാമല്ലോ. ഇപ്പോൾ ചായ കുടിക്കുന്നത് തന്നെ ഒരു വലിയ രാഷ്ട്രീയമാണ്. ചായ ഇപ്പോൾ ചർച്ച നടത്തിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. ഇപ്പോൾ ചായ കുടിക്കുന്നവരെ തിരിഞ്ഞു നോക്കാൻ നേരമില്ല. ചായയുടെ വില കയറിയത് പോലും അവരാലോചിക്കുന്നില്ല. പിന്നെ അക്കാഡമിയിലൊരു ജർമ്മനി 2 ക്ലാസ് അറ്റൻഡ് ചെയ്താലോ? എന്തായാലും വലിയ പ്രചോദിതമായ ഒരു ജീവിതമാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ നിഖില മേഖലകളുടെയും കടന്നു വന്നതിന് ശേഷമാണ് ഈ ഖദറെടുത്തിട്ടത്.
അപ്പോൾ ഒരുപാട് മേഖലകളുടെ കാര്യം അവിടെ ഒന്നും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ജിൻഡോക്ക്. ഇവിടെ പക്ഷേ പൊളിറ്റിക്സിൽ വിജയിച്ചിട്ടുണ്ട്, വിജയിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലേ? ഇതിൽ വിജയിക്കാൻ കഴിയും അല്ലേ? ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബിസിനസ്സിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വിജയിക്കുക. ഏതൊക്കെ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ കണ്ടെത്തി. രാഷ്ട്രീയത്തിൽ ആക്ച്വലി ഞാൻ വിജയമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞ് അന്ന് തോറ്റത് കൊണ്ട് എനിക്ക് കുറെ കൂടി നന്നായിട്ട് കാര്യങ്ങൾ കുറെ കൂടി വിശകലനം ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ ഇതുവരെ എത്തിയതൊക്കെ വിജയമാണ്. അതെ, ജിൻഡോയുടെ വൈഫ് ഇവിടെ ഉണ്ട്. ഒന്ന് വന്നാൽ ക്യാമറയിൽ ഇല്ല, വേണ്ട. ശരി, എന്തായാലും പൊതുപ്രവർത്തകർക്കും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. എന്ന് വെച്ചാൽ അവസരങ്ങൾ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഖദർ മാത്രം ഇട്ടുകൊണ്ട് അവസരങ്ങൾ തേടിപ്പോകുന്ന ആളുകൾക്ക് മാതൃകയാക്കേണ്ട ഒരു പരാതികളില്ലാതെ എന്നും കോൺഗ്രസ്സുകാരനായി തന്നെ തുടരുമെന്ന് ഉറക്കെ എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും നേരുന്നു. 11-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഞങ്ങൾ 13-ന് വോട്ടെണ്ണുന്ന സമയത്ത് ഞങ്ങൾ നിശ്ചയമായും ചില ആളുകളുടെ റിസൾട്ട് എന്തായി നോക്കും. അതിലൊരാൾ ജിൻഡോ ജോൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര അങ്ങനെ വ്യത്യസ്തരായ സ്ഥാനാർത്ഥികളെ തേടിയുള്ള വോട്ടുപാതയുടെ യാത്ര പുതിയ മുഖങ്ങളിലേക്കും പുതിയ ഇടങ്ങളിലേക്കും മറ്റൊരിടത്ത് വെച്ച് കാണാം.